നമസ്കാരം. ഇറാൻ തിരിച്ചടിക്കുന്നു. അമേരിക്കൻ പട ചിതറി. യുദ്ധക്കപ്പലുകളിൽ തീഗോളം തീർത്ത് ഇറാൻ. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും ചരക്ക് കപ്പലുകൾക്കും നേരെ ഇറാൻ ആക്രമണം തുടർന്നാൽ ഇറാനെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നിൽക്കുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു. അവസാന വാക്ക്. യിലെ ഫുജറ എണ്ണ തുറമുഖത്തിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണം ഗൗരവത്തിലെടുത്തിരിക്കുകയാണ് അമേരിക്ക. പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് ഇറാനെതിരെ അതിരൂക്ഷമായിട്ടുള്ള മുന്നറിയിപ്പുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുകയാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും ചരക്ക് കപ്പലുകൾക്കും നേരെ ഇനിയും ഇറാൻ ആക്രമണം തുടർന്നാൽ ഇറാനെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നിൽക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. കഴിഞ്ഞ ദിവസം യിലെ ബുജറ എണ്ണ തുറമുഖത്തിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് മേഖലയിൽ സംഘർഷം അതിന്റെ അത്യുന്നതങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഹോർമൂസ് കടലിടുക്ക് പുനർതുറക്കുവാനുള്ള അമേരിക്കയുടെ പ്രോജക്ട് ഫ്രീഡം ദൗത്യത്തിന് തടസ്സം നിൽക്കുന്ന ഈ ഇറാന്റെ 7 അതിവേഗ ബോട്ടുകൾ യു സൈന്യം വെടിവച്ചിട്ട് കഴിഞ്ഞു എന്ന് ട്രംപ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു. ദക്ഷിണ കൊറിയൻ ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തെ തുടർന്ന് സിയോൾ കൂടി ഈ ദൗത്യത്തിൽ പങ്കാളികളാകുകയാണ് എന്ന് അവർ നിർദ്ദേശിച്ചു കഴിഞ്ഞു. അമേരിക്കൻ പതാക വഹിച്ച 2 ചരക്ക് കപ്പലുകളെ US നാവികസേനയുടെ കാവലിൽ സുരക്ഷിതമായിട്ട് കടലിടുക്കിലൂടെ കടത്തിവിട്ട് കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ യിലെ എണ്ണ സംസ്കരണ കേന്ദ്രത്തിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട 4 മിസൈലുകളിൽ 3 പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുവെങ്കിലും 4ാമത്തേത് കടലിൽ പതിച്ചു. ഫുജേറ എണ്ണ തുറമുഖത്തുണ്ടായിട്ടുള്ള സ്ഫോടനത്തെ തുടർന്ന് വൻ തീപിടുത്തമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് നേരെയുള്ള ഇത്തരം വഞ്ചനാപരമായിട്ട് നീക്കങ്ങളെ പ്രതിരോധിക്കുവാൻ അമേരിക്കൻ സൈനിക കമാൻഡർമാർക്ക് എല്ലാ തരത്തിലുള്ള അധികാരവും നൽകിയിട്ടുണ്ട് എന്ന് ട്രംപ് പറയുകയും ചെയ്തു. അതേസമയം ഈ കടലിടുക്കിലൂടെ കടന്നു പോകുവാനുള്ള അമേരിക്കയുടെ ഏത് നീക്കത്തെയും ശക്തമായി നേരിടുമെന്ന് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്സ് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം മേഖലയിൽ പരാജയം ഏറ്റുവാങ്ങുമെന്നും തങ്ങളുടെ സൂപ്പർ പവറായി മാറിയെന്നും ഇറാൻ അവകാശപ്പെടുകയാണ്. നിലവിലെ സംഘർഷം 2027 വരെ നീണ്ടു നിൽക്കുകയാണ് എങ്കിൽ എണ്ണ വില ബാരലിന് $125 കടക്കുമെന്നും ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായിട്ടുള്ള മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമെന്നും അന്താരാഷ്ട്ര നാണയനിധി അടക്കം മുന്നറിയിപ്പ് നൽകുകയാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ കെയർ സ്റ്റാർമറും ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോണും ഇറാന്റെ നീക്കങ്ങളെ ഇപ്പോൾ അപലപിക്കുകയാണ്. സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കുവാനാവില്ല എന്നും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സ്വതന്ത്ര ഗതാഗതം പുനഃസ്ഥാപിക്കുവാൻ ഇറാൻ നയതന്ത്ര ചർച്ചകൾക്ക് തയ്യാറാകണമെന്നും ലോക നേതാക്കൾ അടക്കം ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം ഇറാനെതിരെ ആയുധങ്ങൾ തൊടുത്തു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ തിരിച്ചടിക്കും. ആ തിരിച്ചടിയിൽ അമേരിക്കൻ പടയടക്കം ചിതറിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. യുദ്ധക്കപ്പലുകളിൽ തീഗോളം തീർത്ത് ഇറാൻ മുന്നോട്ട് പോകുന്നത് എന്തും തച്ചു തകർക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ഈ യുദ്ധം ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ 2027 വരെ നീളുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇന്ത്യയിലടക്കം അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നം ഇതിനെക്കാട്ടിലും രൂക്ഷമാകും. വിലക്കയറ്റം ഇതിനെക്കാട്ടിലേറെ വലിയ രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ലോക നേതാക്കൾ ഒന്നിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് എന്ന് അറിയിക്കും.